പ്രിയ സഹോദരനെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് ചാനലിലേക്ക് വീണ്ടും നിങ്ങൾക്ക് സ്വാഗതം പറയുന്നു. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മളൊക്കെ വാർത്തകളിലൂടെ കേൾക്കുവാണ്. ഇസ്രായേലിനെതിരെ വലിയ ശക്തിയോടെ ഇറാൻ ഉണർന്നെഴുന്നേൽക്കുന്നു. മുസ്ലിം രാഷ്ട്രങ്ങൾ, ലെബനോന്, സിറിയ, ഈജിപ്ത്, അങ്ങനെയൊക്കെ രാഷ്ട്രങ്ങൾ, പിന്നെ ഒത്തിരി രാഷ്ട്രങ്ങൾ, യമന് ഒക്കെ, ഹൂതികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെല്ലാം കൂടെ വരുന്നു. ഇസ്രായേലിനെ വിഴുങ്ങും. ഇപ്പോൾ തന്നെ ഇസ്രായേലിനെ നശിപ്പിക്കും. ഇസ്രായേൽ കുഞ്ഞൻ രാഷ്ട്രമാണ്. അവർ എണ്ണത്തിൽ 1 കോടി ആളുകളെ ഉള്ളൂ, 1 കോടിക്ക് താഴെ ആളുകളെ ഉള്ളൂ. എന്നാൽ മുസ്ലിം രാഷ്ട്രങ്ങൾ വലിയ കോടാനുകൂടി ആൾക്കാരുള്ള രാഷ്ട്രങ്ങളാണ്. അവരിങ്ങ് വന്നു കഴിഞ്ഞാൽ വിഴുങ്ങാനേ ഉള്ളൂ. പോരാത്തതിന് റഷ്യയോട് പറഞ്ഞിരിക്കുന്നു, ചൈനയോട് പറഞ്ഞിരിക്കുന്നു. ചൈന വന്ന് ഇസ്രായേലിനെ ഭീഷണിപ്പെടുത്തുന്നു. റഷ്യക്കാർ ഹൂതികൾക്ക് അല്ലെങ്കിൽ ഹിസ്ബുള്ളയ്ക്ക് ആവശ്യമുള്ള സപ്പോർട്ട് കൊടുക്കുമെന്ന് പറയുന്നു. റഷ്യക്കാർ കൂട്ടത്തിൽ വരുമെന്ന് മുസ്ലിം രാഷ്ട്രങ്ങൾ വിശ്വസിക്കുന്നു. ഉത്തര കൊറിയ അവിടെ അമേരിക്കയെ ഒതുക്കിക്കൊണ്ട് ഇസ്രായേലിനെതിരെ വരാൻ തയ്യാറാവുന്നു. പാകിസ്ഥാന്, മുസ്ലിം രാഷ്ട്രങ്ങൾ എല്ലാം വലിയ ശക്തിയോടെ ഇസ്രായേലിനെതിരെ വരുമെന്നും ഇസ്രായേലിനെ വിഴുങ്ങുമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വാർത്തകൾ കേൾക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നലെയോ ഇന്നോ തുടങ്ങിയ യുദ്ധമല്ല ഇത് ലോകത്തിൻ്റെ ഏതാണ്ട് ആരംഭ കാലഘട്ടം മുതൽ, ഏകദേശം പറഞ്ഞാൽ 5000 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ, വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ആദം ഹവ്വയുടെ ആബേലിനെ കായൻ കൊല്ലുന്ന ആ കാലഘട്ടം മുതൽ, കൊലപാതകത്തിൻ്റെ രക്തം ഭൂമിയിൽ വീണ ആ നിമിഷം മുതൽ യുദ്ധത്തിൻ്റെ പരമ്പരകൾ ഇങ്ങനെ വരികയും, അതോടൊപ്പം ഇസ്രായേൽ എന്ന രാഷ്ട്രം രൂപീകൃതമായതിനു ശേഷം ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ നശിപ്പിക്കുവാൻ വേണ്ടി ലോകത്തിലെ അന്നത്തെ കാലഘട്ടങ്ങളിലുള്ള ബാബിലോൺ സംസ്കാരവും അതിൻ്റെ ഫറവോയും അതോടുള്ള സംസ്കാരവും എല്ലാം ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിൻ്റെ വന്നതൊക്കെ ചരിത്ര സംഭവങ്ങളും നമുക്കറിയാവുന്ന സംഭവങ്ങളാണ്. ബൈബിൾ കഥകളല്ല, സംഭവിച്ച സത്യങ്ങളാണ്. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, റഷ്യ ആണവ രാഷ്ട്രമല്ലേ, റഷ്യ എന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയല്ലേ, അല്ലെങ്കിൽ ചൈനയും റഷ്യയും കൂടെ കൂടിക്കഴിഞ്ഞാൽ അവരുടെ പട്ടാളം തന്നെ കോടികളുണ്ടാവും. ഉത്തര കൊറിയയും അതോടൊപ്പം തന്നെ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും അതോടൊപ്പം മുസ്ലിം രാഷ്ട്രങ്ങളോട് കൂടി കഴിഞ്ഞാൽ കോടിക്കണക്കിന് പട്ടാളമല്ലേ വരാനുള്ളത്. അപ്പോൾ ഈ 1 കോടി പട്ടാളത്തിൻ്റെ അല്ലെങ്കിൽ 1 കോടി ജനത്തിന് മുമ്പിൽ, ഇസ്രായേൽ എന്ന കടുകുമണിയുടെ മുമ്പിൽ ഇവരൊക്കെ ഭീമാകാരമായ പർവ്വതമല്ലേ, ഇസ്രായേലിനെ അങ്ങ് നശിപ്പിക്കുകയല്ലേ ചിന്തിക്കും. പക്ഷേ പ്രിയപ്പെട്ട, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇതാണ്. ഇസ്രായേൽ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ദൈവം മനുഷ്യനെ കണ്ടു എന്നാണ്. മറ്റൊന്ന്, ഇസ്രായേൽ എന്ന രാഷ്ട്രം ലോകത്തിലെ ഏക യഹൂദ രാഷ്ട്രമാണ്. യഹൂദ രാഷ്ട്രം എന്ന് പറയുന്നത് ലോകത്ത് ഒരേ ഒരു രാഷ്ട്രമുള്ളൂ. യഹൂദന്മാർ എന്ന് പറഞ്ഞാൽ ദൈവിക വംശം എന്നാണ്. ദൈവിക വംശം ആയിട്ടുള്ളവർ, ദൈവത്തിൻ്റെ സ്വർഗത്തിലെ പിതാവായ ദൈവം ജന്മം കൊടുത്ത് തീറ്റിപ്പോറ്റി വളർത്തി മക്കൾക്ക് തുല്യം കണ്ട് മക്കളെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നത് പോലെ ചേർത്ത് വെച്ച് ഈ ലോകത്തെ സംരക്ഷിച്ച് രക്ഷിച്ച് പരിപാലിച്ചു കൊണ്ടിരുന്ന ദൈവിക വംശത്തിൽപ്പെട്ട മക്കളടങ്ങുന്ന രാഷ്ട്രമാണ് ഇസ്രായേൽ എന്ന രാഷ്ട്രം. അവിടെ എന്താണ് സംഭവിക്കുക? ഇവർക്ക് സംരക്ഷണം കൊടുക്കാൻ ദൈവമുണ്ടോ? ഇതൊക്കെ യാഥാർത്ഥ്യമാണോ? ഇപ്പം നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, യുദ്ധത്തിന് വരുന്നത് ഇസ്രായേലിനെ എതിർക്കുന്ന രാജ്യങ്ങൾ, അതുപോലെ തന്നെ ബെഞ്ചമിൻ നെഹത്യാഹുവിൻ്റെ നേതൃത്വത്തിലുള്ള പട്ടാളമാണ് വരുന്നത്. പക്ഷെ അല്ല പ്രിയപ്പെട്ടവരെ, അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം എന്ന് വെച്ചാൽ, ഇവരുടെ ഉള്ളിലിരിക്കുന്നത് ഹീബ്രു മുതലത്തെ ദൈവിക വചനങ്ങളാണ്. ഈ ദൈവിക വചനങ്ങൾ ഉരുവിട്ട് ആവർത്തിച്ച് പ്രാർത്ഥിച്ച് കുനിഞ്ഞു വീണ് കമിഴ്ന്നു വീണ് ദൈവത്തെ നമസ്കരിച്ച് ദൈവത്തെ ആരാധിച്ചു കഴിഞ്ഞ ശേഷം ആ ആത്മാവിനെ ആവഹിച്ചുകൊണ്ട് ആ ശക്തി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇവർ യുദ്ധത്തിനിറങ്ങുന്നത്. അപ്പോൾ അവിടെ സംരക്ഷിക്കുന്നത് ആരാണ്? പിതാവായ ദൈവം തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് ഇസ്രായേലിനെതിരെ റഷ്യ എന്ന രാഷ്ട്രം വരുന്നത് നമുക്ക് നോക്കാം. അത് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 38-ാം അധ്യായം അതിൻ്റെ 4-ാം തിരുവചനത്തിലേക്ക് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഞാൻ നിന്നെ തിരിച്ചു നിർത്തി നിന്റെ കടവായിൽ കൊളുത്തിട്ട് പുറത്തു കൊണ്ടുവരും. നിന്റെ കുതിരകളുടെയും സർവായുധധാരികളായ കുതിരച്ചേവകരെയും കവചവും പരിചയും വാളുമേന്തിയ വലിയ സൈനിക സമൂഹത്തെയും പുറത്തു കൊണ്ടുവരും. പേർഷ്യക്കാരും കുഷ്യരും പുത്തിരും പരിചയും പടത്തുപിയും തിരിച്ച് അവരോടൊപ്പമുണ്ടായിരിക്കും. ഗോമേറും അവിടുത്തെ സേനാവിഭാഗങ്ങളും വടക്കേറ്റത്തുള്ള ബത്ഗോർഗാമായും അതിൻ്റെ എല്ലാ പടക്കൂട്ടവും അടങ്ങുന്ന ഒരു വലിയ ജനസമൂഹവും നിന്നോടൊപ്പം ഉണ്ടായിരിക്കും. നീയും നിന്റെ അടുത്ത് സമ്മേളിച്ചിരിക്കുന്ന സമൂഹവും ജാഗ്രതയോടെ ഒരുങ്ങിയിരിക്കുക. എൻ്റെ ആജ്ഞയെ കാത്തിരിക്കുക. ഏറുനാൾ കഴിഞ്ഞ് നിന്നെ ഞാൻ വിളിക്കും. വാളിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട വിവിധ ജനങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർത്ത വളരെ പേരുള്ള ദേശത്തേക്ക്, വളരെ കാലം ശൂന്യമായി കിടന്ന ഇസ്രായേൽ മലനിരകളിലേക്ക് അന്ന് നീ മുന്നേറും. ഇതാണ് കർത്താവ് എനിക്ക്. എന്നാൽ അതിൻ്റെ അർത്ഥം ഇതാണ്, ഇനി വരാനിരിക്കുന്ന റഷ്യയോട് ചേർന്ന സഖ്യരാഷ്ട്രങ്ങളും എങ്ങനെയാണ് വരുന്നതെന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഇസ്രായേലിലേക്ക് റഷ്യ നോക്കുന്നില്ല. ഇങ്ങനെ
ഇസ്രായേലിനെ നശിപ്പിക്കണമോ, ഇസ്രായേലിനെ ആക്രമിക്കണമോ, ഇസ്രായേലിനെ പരാജയപ്പെടുത്തണമോ, ഇസ്രായേലിന് നേരെ ഞാൻ ചെല്ലണമോ എന്ന് റഷ്യ ചിന്തിക്കുന്നില്ല, റഷ്യ ആഗ്രഹിക്കുന്നില്ല. റഷ്യയുടെ ഇപ്പോഴത്തെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ, ഇതൊക്കെ ഏത് വർഷമാണ് എഴുതിയത്? യുഗങ്ങൾക്ക് മുമ്പ്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ് ഈ എസ്എകേൽ പ്രവചനം. അത് 2024 ഇപ്പോൾ ഇരിക്കുന്നത് റഷ്യയിലേക്കല്ല റഷ്യ നോക്കുന്നത്, ഇസ്രായേലിലേക്കല്ല റഷ്യ നോക്കുന്നത്, റഷ്യ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഉക്രൈനിലേക്കാണ്. അപ്പോൾ ഉക്രൈനിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ റഷ്യൻ ഭരണകൂടത്തെ കർത്താവ് പറയാണ്, നിന്റെ വായിൽ ഞാൻ കൊളുത്തിട്ടിട്ട് നിന്നെ തിരിച്ചു നിർത്തി നിന്റെ കടവായിൽ കൊളുത്തിട്ട് പുറത്തു കൊണ്ടുവരും. എന്താണ് അതിൻ്റെ അർത്ഥം പ്രിയപ്പെട്ടവർ? അതിൻ്റെ അർത്ഥം ഇതാണ്. നമുക്കറിയാം, വലിയ കുതിരശക്തിയുള്ള, ഏറ്റവും ശക്തിയിൽ വേഗത്തിലോടുന്ന ഒരു ജീവിയാണ് കുതിര. കുതിരകളെ നിയന്ത്രിക്കുന്നത് അതിൻ്റെ കടവായിൽ ഇങ്ങനെ കൊളുത്തിട്ടിട്ടാണ്. ഈ കൊളുത്ത് ഇങ്ങനെ നമ്മൾ പിടിച്ച് വലിക്കുമ്പോൾ അതിന് വേദനിക്കുമ്പോൾ അത് മുന്നോട്ട് ശക്തിയോടെ ഓടും. ഇങ്ങനെയാണ് അത് സംഭവിക്കുന്നത് പ്രിയപ്പെട്ടവരെ. അപ്പോൾ റഷ്യ എന്ന രാഷ്ട്രത്തിൻ്റെ കടവായിൽ കർത്താവ് കൊളുത്തിട്ടിട്ട് അവനെ ഇസ്രായേലിനെതിരെ തിരിക്കും. നീ ഇങ്ങോട്ട് നോക്കാൻ പറയും, ഇസ്രായേലിലേക്ക് നീ നോക്ക്, നീ ഇസ്രായേലിനെ കീഴ്പ്പെടുത്ത്, ഇസ്രായേലിന് നേരെ ചെല്ല് എന്ന് പറയും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഞാൻ നിന്നെ തിരിച്ചു നിർത്തി നിന്റെ കടവായിൽ കൊളുത്തിട്ട് പുറത്തു കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ, പുറത്തേക്ക് കൊണ്ടുവരുന്ന റഷ്യ എന്ന രാഷ്ട്രത്തിൽ നിന്നും അതിൻ്റെ സൈനിക സമൂഹങ്ങൾ, സൈനിക സന്നാഹങ്ങൾ, അതിൻ്റെ കുതിരയും കുതിരച്ചേവകരും എന്ന് പറഞ്ഞാൽ, കുതിര എന്ന് പറഞ്ഞാൽ മിസൈൽ എന്ന് പറഞ്ഞാൽ കുതിരച്ചേവർ എന്ന് പറഞ്ഞാൽ മിസൈൽ യൂണിറ്റുകളെ നയിക്കുന്ന സൈന്യാധിപന്മാരെയും പുറത്തുകൊണ്ട് റഷ്യൻ രാഷ്ട്രത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരും. അവരാ രാജ്യം വിട്ട് പുറത്തേക്ക് വരും. അങ്ങനെ പുറത്തേക്ക് വരുന്ന രാജ്യം വിട്ട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കിലോമീറ്റർ റഷ്യ എന്ന രാഷ്ട്രത്തിൽ നിന്നും അതവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൽ വരും തുർക്കി കൂടി, ഇറാൻ കൂടി, അത് വന്നിട്ട് ഇസ്രായേലിന് നേരെ ഇങ്ങനെ വരും, കുതിരച്ചേന വരും. അതിൻ്റെ കൂടെ കുറേ ആളുകളുണ്ടാവും. അതിന് കുഷിരും പുത്തിരും എന്നൊക്കെ പറഞ്ഞാൽ അതിനർത്ഥം ഇന്നത്തെ ഇസ്രായേൽ, ഈജിപ്തും അതുപോലെ തന്നെ തുർക്കിയും ഇറാനും എന്നൊക്കെ അതിനർത്ഥം. അപ്പോൾ ഇത് എങ്ങനെയാണ് വരുന്നത് കൂടെ നമുക്ക് നോക്കാം. നീയും നിന്റെ സൈന്യവും നിന്നോടൊപ്പമുള്ള ആളുകളും കൊടുങ്കാറ്റു പോലെ മുന്നേറി കാർമേഘം പോലെ ആ ദേശത്തെ മറയ്ക്കും. ആ ദേശം എന്ന് പറയുന്നതാണ് ഇസ്രായേൽ ദേശം. ഇസ്രായേൽ ദേശത്തെ കൊടുങ്കാറ്റ് വരുന്നത് പോലെ, ഇരുണ്ട മേഘം പോലെ അതിങ്ങനെ വന്ന് ഇസ്രായേലിനെ മറയ്ക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇസ്രായേൽ മറഞ്ഞു പോകത്തക്ക രീതിയിൽ വലിയ തിരമാല പോലെ ഇവർ വരും. അപ്പോഴെന്താണ് സംഭവിക്കുന്നത് പ്രിയപ്പെട്ടവരെ? എത്തിച്ചേരും. ഭൂമിയെ മറയ്ക്കുന്ന മേഘത്തെ പോലെ നീ എൻ്റെ ജനമായ ഇസ്രായേലിനെതിരെ കടന്നു വരും. അത് ഈ ഗോഗിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഗോഗ് ദേശം എന്ന് പറയുന്നതാണ് റഷ്യൻ രാഷ്ട്രം. റഷ്യൻ രാഷ്ട്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ റഷ്യയോട് ചേർന്ന് ചൈനയും ഉത്തര കൊറിയയും പാകിസ്ഥാനും ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് വരും. അങ്ങനെ വന്നിട്ട് എങ്ങനെ ചെയ്യും? അവർ വരുന്നത് വലിയ സൈനിക സന്നാഹവുമായിട്ട് ഇസ്രായേലിനെതിരെ വരും. വന്നു കഴിയുമ്പോൾ കർത്താവ് പറയാണ്, ഞാൻ അവൻ്റെയും അവൻ്റെ സൈന്യത്തിൻ്റെയും അവനോടൊപ്പമുള്ള ജനതകളുടെ മേൽ പേമാരിയും കൺമഴയും തീയും ഗന്ധകവും വർഷിക്കും. പ്രിയപ്പെട്ട അവിടെ നമ്മളത് മനസ്സിലാക്കണം. എന്തിനാണ് ഇവർ വരുന്നത്? ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ടാണ്, ഇസ്രായേലിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയാണ്. അപ്പോൾ അവിടെ കർത്താവ് ഇടപെടുകയാണ്. ദൈവത്തിൻ്റെ ഇടപെടൽ, ദൈവത്തിൻ്റെ പദ്ധതി. ആകാശത്ത് നിന്ന്, നിർമ്മലമായ ആകാശത്ത്, ശൂന്യമായ ആകാശത്ത് എന്തെങ്കിലും നമുക്ക് നോക്കിയാൽ കാണാനുണ്ടോ? കർത്താവിൻ്റെ കരങ്ങളിൽ അണുബോംബുണ്ടോ? കർത്താവിൻ്റെ കരങ്ങളിൽ ആണവായുധങ്ങളുണ്ടോ? സൂപ്പർസോണിക് മിസൈലുണ്ടോ? ഹൈപ്പർസോണിക് മിസൈൽ ദൈവത്തിൻ്റെ കയ്യിലുണ്ടോ? ഇല്ല. കർത്താവ് പറയുന്നത്, എൻ്റെ ജനമായ ഇസ്രായേലിനെതിരെ കടന്നു വരുമ്പോൾ ഞാൻ അവൻ്റെയും അവൻ്റെ സൈന്യത്തിൻ്റെയും അവയോട് ഉൾപ്പെടെ ജനതകളുടെയും മേൽ, അതാണ് റഷ്യ എന്ന രാഷ്ട്രം വരുമ്പോൾ ചൈനയോട് ചേർന്ന് ഉത്തര കൊറിയ, പാകിസ്ഥാനുള്ള രാഷ്ട്രങ്ങൾ, അവരോട് ചേർന്നുള്ള എല്ലാ ജനതകളുടെയും മേൽ ഞാൻ എന്തൊക്കെ വർഷിക്കുന്നുണ്ട് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ മേൽ പേമാരി എന്ന് പറഞ്ഞാൽ വലിയ മഴ. അതിൻ്റെ മഴയ്ക്ക് തീയുടെ മഴയെന്നും കൂടെ അർത്ഥമുണ്ട്. തീമഴ, കന്മഴ, കല്ല്. ആകാശത്ത് കർത്താവ് വിചാരിച്ചാൽ ആകാശത്തെ നക്ഷത്രങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടി ഉൽക്ക പോലെ ഭൂമിയിലേക്ക് കൊണ്ടുവരും. തീ വർഷിക്കും. അത് തീയെന്ന് വ്യക്തമായി എഴുതുന്നുണ്ട്. അപ്പം വലിയ മഴയുണ്ടാവും, അതോടൊപ്പം വലിയ തീയുടെ മഴയുണ്ടാവും. തീ തന്നെ വീഴും. തീയും പേമാരിയും തീയും ഗന്ധകവും വർഷിക്കും. തീയും ഗന്ധവും വർഷിക്കും. ഈ ഗന്ധകം വർഷിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം അതാണ് ആണവ സ്ഫോടനങ്ങൾ. വലിയ ആകാശത്ത് നിന്ന് ഈ സൈന്യത്തിന് നേരെ ദൈവം ആണവ മിസൈലുകളെ വർഷിക്കും. അതായത് ഇസ്രായേലിൻ്റെ ആണവ മിസൈലുകളെ ഇവരുടെ നേരെ കൊണ്ടുവന്നിടാൻ ആരെ കൊണ്ട് സാധിക്കും? സർവശക്തനായ ദൈവത്തിന് സാധിക്കും.
എന്ന് കർത്താവ് പറഞ്ഞിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെ ദൈവം പറഞ്ഞ വാക്കിനപ്പുറത്തേക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അത് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ മറ്റൊരു വചനത്തിലൂടെ പോകേണ്ടതായിട്ടുണ്ട്. അത് നമുക്കറിയാം, ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിലാണ് അത് എഴുതി വെച്ചിരിക്കുന്നത്. കർത്താവ് ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ആമോസ് പ്രവാചകന്റെ പുസ്തകം 1:7, ഗാസയുടെ മതിലിന്മേൽ ഞാൻ അഗ്നി അയക്കും, ഞാൻ ടൈറിൻ്റെ മതിലുമേൽ അഗ്നി അയക്കും, തേമാനുമേൽ ഞാൻ അഗ്നി അയക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഓരോ മതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മതില് പോലെ ഇസ്രായേലിനെതിരെ വരുന്ന സൈനിക വ്യൂഹം, അത് റഷ്യയുടെ ഒരു 10,000 റഷ്യയുടെ ലക്ഷക്കണക്കിന് വരുന്ന സൈനിക വ്യൂഹം, പാകിസ്ഥാൻ്റെ ലക്ഷക്കണക്കിന് വരുന്ന സൈനിക വ്യൂഹം, ചൈനയുടെ ലക്ഷക്കണക്കിന് വ്യൂഹം, ഇങ്ങനെ വരുമ്പോൾ അതെന്ത് സംഭവിക്കും? ആ മതിൽ പോലെ വരുന്ന അവരുടെ മേൽ കർത്താവ് അഗ്നി അയക്കുമെന്ന് പറഞ്ഞാൽ ആണവ ആയുധങ്ങൾ അയക്കും എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്താണ്? ഇവരെത്ര വന്നാലും ഇസ്രായേലിനെ ഒരു ചുക്കും ചെയ്യാൻ പറ്റുകയില്ല എന്നാണ്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, അവരങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, ആ മിസൈൽ എടുക്കുന്നു, ഈ മിസൈൽ എടുക്കുന്നു, ഒരെണ്ണം വീണ് ഇസ്രായേൽ വീണ് പൊട്ടിയെന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോഴും ഇസ്രായേലിന് ഒരു പരിക്കും പറ്റുന്നില്ല, ഇസ്രായേലിന് ചുക്കം ചെയ്യാൻ ആർക്ക് സാധിക്കില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ മറ്റൊരു ചില അർത്ഥങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നിന്റെ ഇടത്ത് കയ്യിൽ നിന്ന് വില്ല് ഞാൻ തെറിപ്പിച്ച് കളയും, വലത്ത് കയ്യിൽ നിന്ന് അമ്പുകൾ താഴെ വീഴ്ത്തും. നിന്റെ ഇടത്ത് നിന്ന് വില്ലെന്ന് പറയുന്നത് മിസൈൽ ലോഞ്ചറുകൾ മിസൈലുകൾ ദൂരേക്ക് ഇങ്ങനെ പറന്നു വരുന്നു. അത് ഇടത്ത് കയ്യിൽ നിന്ന് നിന്റെ ഇടത്ത് കയ്യിൽ നിന്ന് വില്ലുകൾ തെറിപ്പിച്ച് കളയും, വലത്ത് കയ്യിൽ നിന്ന് അമ്പുകൾ താഴെ വീഴ്ത്തും. അമ്പുകൾ എന്ന് പറഞ്ഞാൽ മിസൈൽ ലോഞ്ചറുകളിൽ നിന്ന് പുറപ്പെടുന്ന മിസൈലുകളെയാണ് അമ്പുകൾ എന്ന് പറയുന്നത്. അമ്പായിട്ട് ഇങ്ങനെ അമ്പും വില്ലും പോലെ. അപ്പോൾ അത് കർത്താവ് എന്ത് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്? ഇടത്ത് കയ്യിൽ നിന്ന് വില്ല് തെറിപ്പിച്ച് കളയും, വലത്ത് കയ്യിൽ നിന്ന് അമ്പുകൾ താഴെ വീഴ്ത്തും. ഇതൊന്നും പൊങ്ങി പുറത്തേക്ക് വരാൻ ദൈവം അനുവദിക്കില്ല എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഈ വചനം നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ സർവശക്തനായ ദൈവം എഴുതി വെച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മൾ ആരും ഭയപ്പെടേണ്ട. ഇസ്രായേലിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, പ്രാർത്ഥിക്കുക ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കാരണം കർത്താവ് അവരുടെ കൂടെയുണ്ട്. കാരണം ഇസ്രായേൽ എന്ന രാഷ്ട്രം ലോകത്ത് നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിൽ നിന്നാണ് നീതിയും സത്യവും പുറപ്പെടുന്നത്. ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിലാണ് സർവശക്തനായ യേശു ക്രിസ്തു ജന്മം കൊള്ളുന്നത്. ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിൽ ജനിച്ച യേശു ക്രിസ്തുവാണ് ലോകത്ത് നീതിയും സത്യവും സമാധാനവും ശാന്തിയും നിത്യതയും നിത്യജീവനും സ്വർഗവും സ്വർഗീയ ജീവിതവും കർത്താവ് തരുമെന്ന് വാഗ്ദാനം ചെയ്തു. നീ മരിച്ചാലും നിന്നെ ഞാൻ ഉയർപ്പിക്കും, നിത്യത നൽകി നിന്നെ ഞാൻ കൊണ്ടുപോകും, നിത്യജീവൻ നിനക്ക് തരുമെന്ന് പറഞ്ഞ ഒരേ ഒരു ദൈവം ഭൂമിയിലുള്ളത് അത് യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തുവാണ് ഇനി ലോകത്ത് ഭരിക്കേണ്ടതും ലോകത്ത് സമാധാനം കൊണ്ടുവരേണ്ടതും. ആ യേശു ക്രിസ്തുവിനെ ഭൂമിക്ക് ജന്മം തന്ന, ഭൂമിക്ക് പ്രദാനം ചെയ്ത ഇസ്രായേൽ എന്ന രാഷ്ട്രം, നീതിയുടെ രാഷ്ട്രം നിലനിന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ലോകത്തൊരു നീതിയും ഉണ്ടാവുകയില്ല. ഒരു നീതി എന്താണെന്ന് മനുഷ്യന് മനസ്സിലാക്കാൻ പോലും കഴിയാൻ പറ്റാത്ത വിധം അനീതിയെ നീതിയാക്കി സ്ഥാപിക്കുന്ന ലോക ഭരണക്രമം ഭൂമിയിൽ വരും, ഇനിയും വരും. പക്ഷെ അതിനെതിരെ കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇസ്രായേലിനെ ഒരു ചുക്കം ചെയ്യാൻ സാധിക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് കർത്താവ് ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഓരോ മതിൽമേലും സർവശക്തനായ ദൈവം അഗ്നി അയക്കും. അത് എങ്ങനെയാണ് നമുക്ക് വ്യക്തമായിട്ട് സക്രിയ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ടുണ്ട്. അന്ന് ഞാൻ യൂദായുടെ കുലങ്ങളെ വിറകിന് നടുവിലിരിക്കുന്ന ജ്വലിക്കുന്ന കനൽ നിറച്ച ചട്ടി പോലെയാക്കും. അന്ന് ഞാൻ യൂദായുടെ കുലങ്ങളെ വിറകിന് നടുവിലിരിക്കുന്ന ജ്വലിക്കുന്ന കനൽ നിറച്ച ചട്ടി പോലെയാക്കും. പ്രിയപ്പെട്ടവരെ, എന്താണ് അതിൻ്റെ അർത്ഥം? വിറക് കത്തിക്കൊണ്ടിരിക്കുന്ന വിറകിന് നടുക്കിരിക്കുന്ന ഒരു ചട്ടി ജ്വലിച്ചിരിക്കും, തീ പോലെ തന്നെ ആ ചട്ടി ഇങ്ങനെ പഴുത്തിരിക്കും. അതേപോലെയാക്കും ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിന് നിരന്തരം 24 മണിക്കൂറും 365 ദിവസവും 7 വർഷവും ഇങ്ങനെ അഗ്നി പോയിക്കൊണ്ടേയിരിക്കും. അഗ്നിയുടെ മിസൈൽ, അത് മുഴുവൻ ആണവ മിസൈലുകളായിരിക്കും. ആണവ മിസൈൽ ലോകത്തിൻ്റെ വിവിധ ഇസ്രായേലിനെതിരെ വരുന്ന മുഴുവൻ രാഷ്ട്രങ്ങളിലേക്കും ഇസ്രായേൽ നിരുപാധികം ഒരു ഭയവുമില്ലാതെ ശക്തിയായി ആണവ മിസൈലുകളായിരിക്കും. ആ മിസൈലുകൾ ദൈവത്തിൻ്റെ ഈ ഇസ്രായേൽ രാഷ്ട്രത്തിനെതിരെ വരുന്ന രാഷ്ട്രങ്ങളിൽ വീഴുമെന്നും സർവശക്തനായ ദൈവം വചനത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവർ തങ്ങൾ കുത്തിമുറിവെച്ചവരെ നോക്കി ഏകജാതിനെ പ്രതി എന്ന പോലെ കരയും, ആദിജാതിനെ പ്രതി എന്ന പോലെ ദുഃഖത്തോടെ വിലപിക്കും. അന്ന് അവർ റഹ്ദീമോനെ പ്രതി മെഗിദോ സമതലത്തുണ്ടായ വിലാപം പോലെ ജെറുസലേം വിലപിക്കും. ഓരോ ദേശവും ഓരോ ഭവനം പ്രത്യേകം യേശുവിനെ ഓർത്ത് വിലപിക്കും. അപ്പോൾ യേശു അവിടെ പ്രത്യക്ഷപ്പെടുകയും യേശു അവരെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരും. പ്രിയപ്പെട്ടവരെ, ജെറുസലേമിന് ഇത് എന്തുകൊണ്ടാണ്? കർത്താവ് അവിടെ യുദ്ധത്തെ നയിക്കുകയാണ്. അതുകൊണ്ട് ഈ ലോകത്തുള്ള മുഴുവൻ രാഷ്ട്രങ്ങളും, ഈ ലോകത്തുള്ള മുഴുവൻ ആണവ ആയുധങ്ങളും ഇസ്രായേലിനെതിരെ വന്നാലും, ഇസ്രായേലിൽ 1000 കോടി വരുന്ന
പട്ടാള വ്യൂഹം, സൈനിക വ്യൂഹം, ആകാശത്തെ മറയ്ക്കുന്ന മേഘത്തെ പോലെ, സമുദ്രത്തിലെ തിരമാല പോലെ ഇസ്രായേലിനെതിരെ വന്നാലും ഇസ്രായേലിന് ചുക്കും ചെയ്യാൻ പറ്റും. എന്നാൽ ഇസ്രായേൽ ചെറിയ ക്ഷതങ്ങളും മുറികളും ഉണ്ടാവും. അത് കർത്താവ് അവരെ അനുവദിക്കും. കാരണം അവർ വിശുദ്ധി പ്രാപിക്കേണ്ടതുണ്ട്, പരിശുദ്ധി നിറയേണ്ടതുണ്ട്, പിതാവായ ദൈവത്തിൽ ആശ്രയിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവ് നൽകിയ വചനങ്ങളെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ കർത്താവ് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ആ പ്രവൃത്തി, ഇടപെടൽ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് വളരെ വ്യക്തമായി നമ്മളോട് കർത്താവ് വചനത്തിൽ കൂടെ സംസാരിക്കുകയാണ്. അങ്ങനെ വരുമ്പോഴാണ് ഇസ്രായേൽ വിജയിക്കുന്നത്. ഇസ്രായേലിനോട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രം. ഇനി ഒരു സുപ്രഭാതത്തിൽ ഞാൻ പറയും, ഇപ്പോൾ പ്രിയപ്പെട്ടവരെ, സംഭവിക്കാൻ പോകുന്നൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ അമേരിക്കയും ഇന്ത്യയും അല്ലെങ്കിൽ ജപ്പാനും ഓസ്ട്രേലിയയും യൂറോപ്പിലെ കുറേ രാഷ്ട്രങ്ങളൊക്കെ ഇസ്രായേലിന് കൂടെയുണ്ട്. എന്നാൽ യഥാർത്ഥ യുദ്ധം തുടങ്ങുമ്പോൾ ഇവരെല്ലാം ഇസ്രായേലിൻ്റെ സപ്പോർട്ടിൽ നിന്ന് പിന്മാറും. ഇസ്രായേലിനെതിരെ ഇസ്രായേലിനോട് അനുയോജ്യമായി നിന്നവരൊക്കെ ഇസ്രായേലിനെതിരെ പ്രവർത്തിക്കുകയോ ഇസ്രായേലിന് വിട്ടുപോവുകയോ ഇസ്രായേലിനെ ഉപേക്ഷിക്കുകയും ചെയ്യും. അവിടെ എല്ലാവരും ഉപേക്ഷിക്കപ്പെടുമ്പോഴും സർവശക്തനായ പിതാവ് ദൈവത്തിൻ്റെ ആ അദൃശ്യകരം ദൃശ്യമായ രൂപത്തിൽ യുദ്ധത്തെ നയിക്കുവാൻ സർവശക്തനായ ദൈവം ഇറങ്ങി വരും. അതാണ് സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ കർത്താവ് എഴുതി വെച്ചിട്ടുണ്ട്. ജെറുസലേമിന് കിഴക്കുള്ള ഒലിവുമലയിൽ അന്ന് അവിടുന്ന് നിലയുറപ്പിക്കും. പ്രിയപ്പെട്ടവരെ, ജെറുസലേമിന് കിഴക്കുള്ള ഒലിവുമല എന്ന അവിടുന്നാണ് യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തത്. ആ ജെറുസലേമിലെ ഒലിവുമലയിൽ സർവശക്തനായ ദൈവം ഇറങ്ങി വരും, നിലയുറപ്പിക്കുന്നവർ വന്നു നിൽക്കും. നിന്നുകൊണ്ട് ഈ യുദ്ധത്തിൻ്റെ നേതൃത്വത്തെ ആര് കൊണ്ടുപോകും, ആര് മുന്നോട്ട് നയിക്കും? പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു ദൈവം, സർവശക്തനായ ദൈവം തന്നെ ഈ യുദ്ധത്തെ നയിക്കും. അങ്ങനെ ദൈവം നയിക്കുന്ന യുദ്ധം എന്നെങ്കിലും പരാജയപ്പെടുമോ പ്രിയപ്പെട്ടവർ? ഒരിക്കലും പരാജയപ്പെടില്ല. അല്ലെങ്കിൽ ദൈവം തോറ്റു കഴിഞ്ഞാൽ പിന്നെ സാത്താൻ ആധിപത്യം സ്ഥാപിക്കും. സാത്താൻ വിജയിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം തോറ്റു എന്നാണ് അർത്ഥം. ദൈവം വിജയിച്ചു എന്നാൽ സാത്താൻ തോറ്റു എന്നാണ് അർത്ഥം. സാത്താനെ പരാജയപ്പെടുത്തുകയും തോൽപ്പിക്കുകയും നശിപ്പിക്കുകയും നിർമ്മാർജ്ജനം ചെയ്യും. നിത്യപാതാളത്തിലേക്ക്, നിത്യ അത്യുണ്ടത്തിലാക്കി അതിനെ മുദ്രവെച്ച് നശിപ്പിച്ച് എന്നേക്കുമായി അതിനെ തീർക്കുകയും ചെയ്യുന്ന വലിയ സംഭവം ഈ പൈശാചശക്തികളാണ്. ഈ വ്യഭിചരിക്കുവാൻ ആസക്തിയുള്ള ദുഷ്ടരാഷ്ട്രങ്ങളുടെ അനീതിക്കെതിരെ സർവശക്തനായ ദൈവം നേരിട്ട് പ്രത്യക്ഷപ്പെടുമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. അതിനാൽ പ്രിയപ്പെട്ടവരെ, ഇസ്രായേലിനെ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന യാഥാർത്ഥ്യത്തിലൂടെ നമ്മൾ മനസ്സിലാക്കണം. തിരുവചനം എന്ത് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കണം. അതിനാൽ പ്രിയപ്പെട്ടവരെ, സർവശക്തനായ ദൈവം ഇസ്രായേലിനെ സംരക്ഷിക്കട്ടെ. ഇസ്രായേൽ നിലനിന്നാലേ ലോകത്തിലെ ബാക്കിയുള്ള ജനങ്ങൾക്ക് സമാധാനത്തിൽ കഴിയാൻ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ദുഷ്ടരാജ്യങ്ങളുടെ ആധിപത്യം, ദുഷ്ടതയുടെ ആധിപത്യം ലോകത്ത് വന്നാൽ ഈ ലോകത്ത് സമാധാനമോ കുടുംബജീവിതമോ ഉണ്ടാവുകയില്ല. സ്ത്രീകൾക്ക് സ്വസ്ഥമായി കുടുംബത്തിൽ ജീവിക്കാൻ സാധിക്കുകയില്ല. എല്ലാവരെയും പുരുഷന്മാരെ നശിപ്പിച്ചുകൊണ്ട് സ്ത്രീകളെ കൊണ്ടുപോയി ഉപയോഗിക്കുന്ന അവസ്ഥയിലേക്ക് ലോകം മാറ്റപ്പെടും. അത് വലിയ ഭയാനകമായ അവസ്ഥയിലേക്ക് മാറും. പക്ഷേ സർവശക്തനായ ദൈവം യേശു ക്രിസ്തു അതിനനുവദിക്കുകയില്ല. അതിനാൽ ഇസ്രായേലിന് ഒരു ചുക്കം ചെയ്യാൻ സാധിക്കുകയില്ല എന്ന യാഥാർത്ഥ്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇസ്രായേലിന് നമ്മൾ പ്രാർത്ഥനയിൽ ആയിരിക്കുകയും വേണം പ്രിയപ്പെട്ടവരെ. അതിനൊക്കെ സർവശക്തനായ ദൈവം നമ്മെല്ലാവരും അനുഗ്രഹിക്കട്ടെ. തിരുവചനത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. യേശു ക്രിസ്തു നമ്മുടെ സമൃദ്ധം അനുഗ്രഹിക്കട്ടെ. ആമേൻ.